പിറവം നഗരസഭയിൽ ജനകീയ ന്യായ സഭയുടെ നേതൃത്വത്തിൽ പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങ് പിറവം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആനന്ദ് AB ഉദ്ഘാടനം ചെയ്തു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വഴിത്തർക്കങ്ങൾ, ചെറിയ രീതിയിലുള്ള ക്രിമിനൽ കേസുകൾ, ചെക്ക് കേസുകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക തർക്കങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം മധ്യസ്ഥതയിലൂടെ പരിഹാരം കണ്ടെത്തി നീതിന്യായ രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പൊതുജന പരാതി പരിഹാര കോടതി എന്ന ലളിതമായ പദ്ധതിയുടെ ഭാഗമായി പിറവം നഗരസഭയിൽ പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചത്. ചടങ്ങുകൾ പിറവം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആനന്ദ് AB ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അതിൽ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇതൊരു മധ്യസ്ഥ ചർച്ചയിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വേദി ഒരുക്കുകയാണ്. ആ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ ആ തർക്കം പരിഹരിക്കുന്ന ഇതിന് മധ്യസ്ഥത വഹിക്കുന്ന അദാലത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ, അതൊരു പക്ഷേ ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജി അയക്കാം, അല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി നിയോഗിക്കുന്ന അതിന് യോഗ്യതയുള്ള ഒരു ലീഗൽ പ്രൊഫഷണലായിരിക്കാം. അദ്ദേഹം ഒപ്പിട്ട് നൽകുന്ന അവാർഡ് ഒരു കോടതി വിധിക്ക് തുല്യമായ നിയമസാധുതയുള്ളതും നിയമ നടപടിയിലൂടെ നടപ്പിലാക്കാവുന്ന എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിഗ്രിക്ക് തുല്യമായ ഒരു വിധി സാധാരണ ഒരു കോടതി വ്യവഹാരത്തിൻ്റെ നടപടി ബാഹുല്യമോ സാമ്പത്തിക ചെലവോ സമയദൈർഘ്യമോ ഇല്ലാതെ സാധാരണക്കാരനായ ഒരു പരാതിക്കാരന് കിട്ടുന്നു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ചു. ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് നമ്മുടെ നഗരസഭ പരിധിയിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങളും ചെറുതും ഒരു പരിധിവരെ വലുതെന്ന് പറയാവുന്ന തർക്കങ്ങളും നമുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ നഗരസഭകളിൽ 84 നഗരസഭകളിലും ഒന്നാമതായിട്ട് നമ്മുടെ നഗരസഭയിലാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ബഹുമാന്യനായ കേരളത്തിലെ തദ്ദേശ വികസന വകുപ്പ് മന്ത്രി മെയ് മാസം 30-ാം തീയതി നമ്മുടെ ഇവിടെ വെച്ച് വൈകുന്നേരം 4 മണിക്കാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്, നടത്തപ്പെടും. അതിൻ്റെ മുന്നോടിയായിട്ടൊരു പരാതിപ്പെട്ടിയാണ് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. നമ്മൾക്ക് അറിയാം, നമ്മുടെ നഗരസഭ കഴിഞ്ഞ ദിവസത്തെ റിവ്യൂ മീറ്റിങ്ങിൽ ബഹുമാന്യനായ മജിസ്ട്രേറ്റ് പറയുകയുണ്ടായി, അത്രയൊന്നും തർക്കങ്ങളില്ല, ചെറിയ ചെറിയ തർക്കങ്ങളേ ഉണ്ട്, ചെറിയ അതിർത്തി തർക്കങ്ങൾ, അല്ലെങ്കിൽ ചെറിയ തർക്കങ്ങളിൽ നിന്നാണ് അത് വലുതായിട്ട് ഉടലെടുക്കുന്നത്. അപ്പോൾ ആ ചെറിയ തർക്കങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നഗരസഭയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഡെപ്യൂട്ടി ചെയർമാൻ KP സലീം മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, ഷൈനി ഏലിയാസ്, കൗൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ, ഏലിയാമ്മ ഫിലിപ്പ്, ഗിരീഷ് കുമാർ P, പ്രീമ സന്തോഷ്, ജോജിമോൻ ചാരുപ്ലാവിൽ, രമ വിജയൻ, നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ V തുടങ്ങിയവർ പങ്കെടുത്തു. ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഗുരുതരമായ ക്രിമിനൽ കേസുകൾ ഒഴികെയുള്ള എല്ലാവിധ തർക്കങ്ങൾക്കും പരിഹാരം കാണാൻ ഉതകുന്ന രൂപത്തിൽ എല്ലാ മാസവും ആദ്യ ശനിയാഴ്ചയാണ് നമ്മുടെ നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന പരാതികൾ അത് രജിസ്റ്ററിൽ ചേർക്കുകയും ഒരു നിയമ ഉദ്യോഗസ്ഥൻ്റെ മധ്യസ്ഥതയിൽ ഇരു കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും മിക്കവാറും അത് പരിഹാരം കാണുവാനും കഴിയും. ന്യൂസ് ബ്യൂറോ, പിറവം. സർജറി ഏതുമാകട്ടെ പാലാരിവട്ടം ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ തന്നെ ബെസ്റ്റ്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, വേദനരഹിതമായ ശസ്ത്രക്രിയയിലൂടെ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ പാലാരിവട്ടം. മുട്ടുമാറ്റിവെക്കൽ, ലാപ്രോസ്കോപ്പിക് സർജറികളും കൂടാതെ സ്പെഷ്യൽ സർജറി പാക്കേജുകളിലായി ഫൈബ്രോയിഡ്, തൈറോയ്ഡ്, സർക്കംസിഷൻ, ഹെർണിയ തുടങ്ങിയവയ്ക്കുമായി ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ പാലാരിവട്ടം.